സീറ്റിലാകെ മൂത്രമായിട്ടോ. ഇതിലാറെ ഉണ്ടായിരുന്നത് ഇപ്പൊ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. AC ആയതുകൊണ്ടേ പെട്ടെന്ന് ഉണങ്ങുള്ളൂ. പക്ഷെ ഇതിൽ ശരിക്കും ഇത് സോപ്പ് എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കണം, ഇതിൽ ചിലപ്പോൾ സ്മെല്ല് വരും. ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വർക്കിന് ഇറങ്ങാട്ടോ. 6-8 ആയിക്കണ സമയം. ഊബർ ഓൺ ആക്കിയില്ല. ഏകദേശം ഇപ്പോൾ ഒരു 11 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും വലിയ വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നും അല്ല, ഓട്ടമല്ല. നോമ്പുകാലം തുടങ്ങിയ അന്ന് മുതൽ ഓട്ടം ഫുള്ള് കുറവായിരുന്നു. നല്ല ചൂടുമാണ്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ നല്ല ചൂടാണ്. പിന്നെ ഓട്ടം വളരെ മോശമാണ്. ചിലപ്പോഴൊക്കെ 2000 കൂടി ആവുള്ളൂ. 2000 ഒന്നും ആവൂല ചിലപ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാതെ നിന്നത്. കാരണം ഞാൻ അല്ലെങ്കിൽ ഊബർ ഓടുന്നിടയിൽ കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറും. അപ്പോൾ ഈ ഓട്ടമില്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പോൾ 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ എടുത്തുകൊണ്ട് റൂമിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ റൂമിൽ കയറില്ല. പിന്നെ ചിലപ്പോൾ ഈവനിങ് ഇറങ്ങും. ചിലപ്പോൾ പിന്നെ ഒരു 3-4 ട്രിപ്പ് എടുക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഈ ഓടാത്ത വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് എന്താ കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് വർക്കിന് ഇറങ്ങുന്നുണ്ട്. വർക്കിന് നമ്മളെന്നും ഇറങ്ങലുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും വീഡിയോ ഉണ്ട്. ഓക്കെ, നമ്മളെ വണ്ടി ഇവിടെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ചാവി പിന്നെ എടുത്ത് നമ്മളെ റൂമിൻ്റെ പൂട്ടേ പഴയ രീതിയിലുള്ള പൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ചാവി ഇതുമേയാണ്. വണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിക്കണു. ഇനി നേരെ എടുത്ത് പോയാൽ മതി. ഞാൻ വണ്ടി കൈകാണ്ടായിരുന്നു. കൈകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏണിങ്സ് ഹൈഡ് ആക്കട്ടെ, 0 ഏണിങ്സ് ആണ്. അപ്പോൾ ഇനി റാപ്പിഡോ പാടെ ഓണാക്കട്ടെ. റാപ്പിഡോ ഊബറാണ് ഇപ്പോൾ നമ്മളെ മെയിൻ. യാത്രയിൽ ട്രിപ്പൊന്നും ഇല്ല. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് 2 ദിവസം ഊബർ റാപ്പിഡോക്ക് ഓടിയത്. അതുകൊണ്ട് റാപ്പിഡോക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഊബർ നമുക്ക് 2 ഫോണിൽ ലോഗിൻ ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഓൺലൈനാകാൻ പറ്റുള്ളൂ, പക്ഷെ 2 ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലങ്ങനെ പറ്റില്ല റാപ്പിഡോയിൽ. അതാണ് ഇങ്ങനെ ഫോൺ നമ്പർ OTP ചോദിക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഊബറും റാപ്പിഡോക്കെ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്താണ്ട് നേരെ കയറ്റട്ടെ. നമ്മളെ മുണ്ടമ്പാലം പോട്ടെ. ഞാൻ റൂമിൻ്റെ ഗേറ്റ് ഒന്ന് നടക്കട്ടെ കേട്ടോ. ഇതാണ് ഇവിടെ പ്രശ്നം. വണ്ടി താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കലും അടക്കലാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഞാൻ ഇന്നലെ വണ്ടി കഴിയപ്പോൾ നമ്മളെ ക്യാമറ കുറച്ച് ഓപ്പോസിറ്റിലാണല്ലോ കടന്നീനെ. അപ്പോൾ ഞാൻ ആ ഡബിൾ സ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തു തിരിച്ചൊട്ടിക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ആണെങ്കിൽ അത് അവിടെ ഒട്ടണമില്ല. അപ്പോൾ അങ്ങനത്തെ ഡബിൾ സ്റ്റിക്ക് ഒന്നും കൂടി വാങ്ങേണ്ടി വരും. നമ്മൾ തലയണ വീണ്ടും എടുത്തിട്ടോ. അതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് വെച്ചത്. നമ്മൾ ചാരി നിൽക്കണ അവിടേക്കാണ് വെച്ചത്. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്തോ നമ്മൾ അങ്ങോട്ട് തള്ളി നിൽക്കണ പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വെക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് അയിമ ഇരിക്കാമല്ലോ. ഈ ഒരു കോണ് ഈ കോണാണ് നമുക്ക് വേദന വരുന്നത്. ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കുറച്ച് കയറ്റി വെക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കല. സാധനം ഇതിൻ്റെ മേലെ ഇരിക്കൽ. മറ്റേത് അവിടെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടണില്ല. അതുകൊണ്ടാണ് ഇന്നാൾ 2 ദിവസം വെച്ചിട്ട് എന്തോ ഒരു കംഫർട്ട് ആവാത്തതുകൊണ്ട് ബാക്കിൽ ഡിക്കിയിൽ വെച്ചത്. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഒഴിഞ്ഞിരുന്നപ്പോഴേ ഒന്ന് നോക്കിയതാണ്. ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങോട്ട് പുറത്തിറങ്ങുമ്പോഴും കയറുമ്പോഴും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എപ്പോഴും ഇതിങ്ങനെ ഇളകിയിട്ട് കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളെ മൊബൈലിലൂടെ സ്റ്റാൻഡും വെക്കട്ടെ. പിന്നെ നമ്മളെ പെട്രോള് മിന്നി കളിക്കുക കേട്ടോ. CNG 2 പുള്ളി ഉണ്ട്. 2 പുള്ളി ഉള്ളൂ. 2 പുള്ളിയിലായിട്ട് വെച്ചപ്പോൾ 2 പുള്ളി ഇല്ലത്. അപ്പോൾ ചിലപ്പോൾ CNG അടിക്കേണ്ടി വരും. ബിയിൽ 238 കിലോമീറ്റർ ഓടിയുണ്ട്. അത് നമ്മൾ 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും നേരെ മുണ്ടമ്പാലം പോട്ടെ. ചായ കുടിക്കാനല്ല കേട്ടോ. അവിടെയാണ് നമ്മളെ രാവിലെ പോകുമ്പോൾ അവിടെ നിന്നാണ് നമ്മളെ തുടങ്ങൽ. അതുകൊണ്ട് പോണതാ. അങ്ങനെ ഒരു 600 മീറ്റർ പോന്നിട്ട് നമ്മളിവിടെ മുണ്ടമ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. CNG മിക്കവാറും അടിക്കേണ്ടി വരും. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെയാണ് വണ്ടി ഇടല്. അവിടെ കുറെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു ഗോഡൗൺക്ക് ലോറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ നമ്മളെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടിക്കണേ. നമ്മളെ ക്യാമറ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ കറക്റ്റ് ആയില്ല. അതുണ്ടോ, അപ്പൊ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റൈറ്റും ലെഫ്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇത് ഓൺ ആക്കിയിട്ട് ബാക്കിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വെച്ച്. അപ്പൊ കറക്റ്റ് പൊസിഷനിൽ അത് ഒട്ടിച്ചെന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ ഡബിൾ സ്റ്റിക്കുമ്പോൾ തന്നെയാണ്. ഇന്നലെ ഞാൻ വണ്ടി കൈകനടിയിൽ വെള്ളം ആയതുകൊണ്ടായിരിക്കും ഒട്ടാത്തത്. എന്തായാലും ഇപ്പോൾ ചെറിയ രീതിയിൽ ഒട്ടുണ്ട്. അത് ഒട്ടണത്തോളം അവിടെ ഒട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റിക്കർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ യാത്രയും പാടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്തെ ഊബറിലൊരു ട്രിപ്പ് വന്നു 222 മാച്ചായിരുന്നു. അത് കിട്ടിയില്ല. അപ്പോൾ 6:43 കഴിഞ്ഞിട്ട് ഒരു 7 മണി വരെ ഇവിടെ നിൽക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് CNG അടിക്കാൻ പോകണം. 7 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോടെ ഏതെങ്കിലും CNG പമ്പൊന്നും അടിക്കാം. മറ്റെന്താന്നോ 7 മണി ആയിട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് CNG അടിക്കണതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ പിന്നെ പീക്ക് ടൈമാണ്. പിന്നെ മോർണിംഗിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അപ്പോൾ CNG അടിക്കൽ പോയാൽ നടക്കൂല. അപ്പോൾ ഓട്ടത്തിൻ്റെ സമയത്ത് ഓഫ് ചെയ്ത് പോയാൽ നഷ്ടമാവും. അപ്പോൾ 7 മണി വരെ കാത്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് CNG അടിക്കാൻ പോവാം. അങ്ങനെ നമുക്ക് ഒരു 6:50 ആയപ്പോൾ ഒരു ഡാലിഷ് ഇടച്ചിറക്കാട്ടോ. 150 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ.
ചെറിയ ദൂരമുള്ള ഇടച്ചിറക്ക് 700 മീറ്റർ ആട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഇതില് നല്ല കൊതുക് വന്നിട്ടുണ്ട്. അവിടെ കൊരുത്ത് ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. കുറെ കയറിയുണ്ട്. ഇത് AC ഇടുമ്പോഴേക്കാരും വരും. അതിനുള്ളിൽ കൂടെ ഒക്കെ കുറെ കയറി നിന്നിട്ടുണ്ടാവും. പിന്നെന്തോ വേക്കിലൊക്കെ കുറെ ഉണ്ടാവും. അവിടെ ആളനക്കല്ലാത്തോണ്ടേ പാറാത്തതാണ്. ഇനി കസ്റ്റമർ കയറുമ്പോഴേക്കാരും പാറൽ തുടങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് കങ്ങരപ്പടി ഭാഗത്തുനിന്ന് അവിടെ അതുകൂടി പോയിട്ടാട്ടോ പിക്കപ്പ് ഉള്ളത്. ഈ ഒരു ബ്രൈറ്റ് സ്പോർട്സ് സെന്റർ എന്നാട്ടോ നമുക്ക് പിക്കപ്പ് അടിച്ചിക്കണേ. ഇതുണ്ടോ? അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാട്ടെ. ഇവിടുന്ന് നമുക്ക് ഇടക്ക് നമ്മളെ ഇരുമ്പനം ഭാഗത്തൊക്കെ ഒരു ട്രിപ്പ് ഇട്ടലുണ്ട്. അവിടെ ഒരു ചേട്ടനും മകനും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ ചൂണ്ടി ജംഗ്ഷനിലാട്ടുള്ളത്. ഇതിന്റെ കുറച്ച് ബാക്കിലായിരുന്നു നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. 1.9 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഒരു പ്രവീണാണ്. നമ്മളെ തുതിയൂർക്കാണ് ട്രിപ്പ് ഉള്ളത്, കാക്കനാട്. അപ്പൊ ആ ട്രിപ്പും പാടെ കറക്റ്റ് ആയിരിക്കും. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേഗം ഊബർ ഓഫ് ചെയ്തിട്ട് വേഗം CNG അടിച്ചാൽ മതി കാക്കനാട്ടിന്ന്. അപ്പൊ കറക്റ്റ് നമ്മള് CNG പമ്പിന്റെ അടുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പോകുന്ന ട്രിപ്പിന് നമുക്ക് പേയ്മെന്റ് കിട്ടിയില്ല കേട്ടോ. 180 രൂപയാണ് പേയ്മെന്റ് ഉള്ളത്. അത് ഒരു അച്ഛനും മോനായിരുന്നു. സ്പോർട്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അവര് ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ ഇത് ഓൺലൈൻ പേയ്മെന്റ് ആക്കിയേക്കാണ്. അവര് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് തോന്നി ആ ഒരു കോൺഫിഡന്റ് കണ്ടപ്പോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ക്യാഷ് കളക്ട് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ അങ്ങനെ പറഞ്ഞു പൈസ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഫോൺ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അപ്പത്തിന് അടുത്ത ട്രിപ്പ് അടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ സാറിന് നമ്പർ തന്നമ്മ ഞാനൊക്കെ കോൾ ചെയ്തിടാം, അതൊക്കെ ചെയ്താൽ മതി 180 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഈ ട്രിപ്പും പാടെ പോകും. ഇത് നമുക്ക് നല്ലൊരു ഭാഗ്യമുള്ള ട്രിപ്പാണ്. കാരണം നമ്മളെ CNG 2 പുള്ളിയേ ഉള്ളൂ. രണ്ടാമത്തെ പുള്ളിയിൽ കുറച്ചായി ഓടണു. അപ്പൊ ഏതായാലും കാക്കനാട് എത്തുമ്പോഴത്തേനും ഒരു പുള്ളി കഴിയും. അപ്പൊ ഏതായാലും കറക്റ്റ് ആയിട്ട് അവിടെ CNG പമ്പും ഉണ്ട്. ട്രിപ്പും അടിക്കും, കാലടിച്ച് പോകും വേണ്ട. അത്യാവശ്യം ഫെയർ ഉള്ള ഒരു ട്രിപ്പുമാണ്. അപ്പൊ ഇതൊക്കെ പാടെ നഷ്ടമാവും ആ ഒരു 180 വാങ്ങാൻ നിന്ന് കഴിഞ്ഞാല്. അപ്പൊ അതെന്തായാലും കിട്ടും. ഫോൺ നമ്പർ ഉണ്ട്. നമ്മൾ കുറച്ച് അതിന്റെ ഇനി അയച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് വിളിക്കാം. ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേന് വരുമായിരിക്കും എന്ന് വിചാരിക്കാം. ഏതായാലും നമ്മള് പ്രവീണിനെ പോയിട്ട് ഏൽപ്പിക്കട്ടെ. ഇത് നമ്മളെ അൽസാജ് ഹോട്ടലിന്റെ അടുത്തൊക്കെ പോണ ഒരു ഷോർട്ട് കട്ട് പോയാട്ടോ. അതെ, നമ്മളെ പേയ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആളെ നമ്മള് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേന് നോക്കാന്നാ പറഞ്ഞത്. അപ്പൊ പിക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മള് പൈസ ഇട്ടിട്ടുണ്ട്. 180 ആയിരുന്നു, 190 ഇട്ടിട്ടുണ്ട്. അപ്പൊ ആളപ്പൊ തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു പേയ്മെന്റ് വന്നിട്ടുണ്ട്, 190 അല്ല ഇട്ടു ചോദിച്ചു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10 റുപ്യ കൂടി കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ ആ ട്രിപ്പ് അങ്ങനെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളെ പ്രവീണിനെ പോയി പിക്ക് ചെയ്തിട്ട് ഞാൻ 550 മീറ്ററും കൂടി ആയിട്ടുള്ളത് പിക്ക് ചെയ്യാൻ. നമ്മളെ പ്രവീണിന്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ തുതിയൂരിലുള്ള ഭവൻസ് സ്കൂൾക്കാട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 3 ടീച്ചർമാരായിരുന്നു. അപ്പൊ ഫസ്റ്റ് കയറിയ ടീച്ചറിന്റെ ഹസ്ബൻഡാണ് ഊബർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രവീണായത്. അപ്പൊ 3 ആളും 3 സ്ഥലത്താ. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു NAD വഴി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയ റോഡ് തന്നെയാണ്. ഏകദേശം എല്ലാവരും 1 കിലോമീറ്റർ അപ്പുറത്താണോ. ഒറ്റ റോഡിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 ടീച്ചർമാരും എടുത്ത് പോന്ന് ഇവിടം വരെ നല്ല സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ടീച്ചർമാരോട് സംസാരിക്കൂല, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ ആ ടീച്ചർമാർ നമ്മളൊപ്പം ഇരുന്നിട്ട് സംസാരവും കാര്യങ്ങളും പാട്ടൊക്കെ കേട്ട് നല്ല കൂളായിട്ട് സംസാരിച്ച് പോവാ. ടീച്ചർമാരൊറ്റക്കല്ല, ഈ ഒരു ഫീൽഡിലാകുമ്പോ എല്ലാവരും കയറും വണ്ടിക്ക്. പട്ടാളവും പോലീസും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരും സിനിമ നടന്മാരും അങ്ങനെ എല്ലാ ആൾക്കാരും വണ്ടി കയറും ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ. എന്റെ വണ്ടി തന്നെ ഏകദേശം ഒരു 10 ആക്ടേഴ്സിലും കയറിയിട്ടുണ്ടാവും, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ചിലവരോടൊക്കെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ചിലത് ചെറിയ ആക്ടേഴ്സ് ആയിരിക്കും. എന്നാലും ഞാൻ കിട്ടുന്നിടത്തോളം വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നോക്കും. ഞാനേ ഊബർ ഓഫ് ചെയ്തിരിക്കണം എന്തിനാ വെച്ചാല് CNG അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. CNG ഒരു പുള്ളിമ്പാടേ ഉള്ളൂ, വാണിങ് കത്തിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് എന്താണ് അവസ്ഥ അറിയില്ല. തിരക്കില്ലാന്നുണ്ടെങ്കിൽ ഭാഗ്യം. ഈ സമയത്ത് ട്രിപ്പുള്ള സമയമാണ് 7:54 8 മണിയൊക്കെ കേട്ടോ. വേഗം പോയിട്ട് CNG അടിക്കട്ടെ, തിരക്കില്ലാതെ എന്നാ മതി. നമ്മളെ വണ്ടിയിലേ കുറച്ച് കൊതുകുകളുണ്ടായിരുന്നല്ലോ. അപ്പൊ ഫസ്റ്റത്തെ ആള് കയറിയപ്പോ ഞാൻ പറഞ്ഞ് കുറച്ച് കൊതുക് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഗ്ലാസ് താത്തണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു താത്തനെങ്കിൽ താത്താണ്. അന്ന് താത്താറിന് അങ്ങനെ ഗ്ലാസ് താത്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ പോകുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ നേരത്ത് ഞാൻ ചോദിച്ചു കൊതുകുകൾ പോയിക്കണോ, AC ഇടണോ ചോദിച്ചപ്പോ അങ്ങനെ AC ഇട്ടതാ. അപ്പൊ നമ്മളെ കൊതുകും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ആ ഒരു പരിപാടി ഇല്ല. ഇതെന്താന്നോ, കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് ഗ്ലാസ് ആത്തിട്ട് പോന്നാലൊന്നും ഈ സാധനങ്ങൾ പോകൂല. ഈറ്റങ്ങൾ എന്താ വെച്ചാൽ നമ്മളിവിടെ വെക്കുമ്പോ ഇത് ഈറ്റങ്ങളെ കാണൂല, കസ്റ്റമർ കയറുമ്പോഴേ കാണുന്നുള്ളൂ. അതെന്താ സംഭവിച്ചാല് ബാക്കിലാണ് ഈറ്റങ്ങളൊക്കെ നിൽക്കുന്നത്, അവിടെ ആളനക്കല്ലല്ലോ. അപ്പൊ കസ്റ്റമർ കയറുമ്പോ അവിടെ ആളനക്കായി. അപ്പോഴാണ് ഇതിൽ കൂടി പാരി നടക്കുക. അപ്പോഴാണ് ഞാൻ ഈറ്റങ്ങളെ കാണുക. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റമർ ഉള്ളപ്പോ ഗ്ലാസ് ആത്തി പോകുന്നോണ്ട് ഐറ്റങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. കുറെ ഗ്ലാസ് ആത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ AC ഇട്ടപ്പോ 1-2 ഇതിൽ കൂടി പാരി കളിച്ചിട്ടോ. അപ്പൊ ഇവിടെ കാണാമല്ലോ. ഇനി കസ്റ്റമർ ബാക്കിൽ ഇരിക്കുമ്പോഴേക്ക് ഐറ്റങ്ങൾ ഇങ്ങോട്ട് മുമ്പ് കയറുക. അത് കുഴപ്പമില്ല. 2 ആണെങ്കിൽ പ്രശ്നമല്ല. നമ്മളെ CNG മിന്നി കളിക്കൽ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് മിന്നൽ തുടങ്ങിയത്. CNG പമ്പിൽ വലിയ തിരക്കില്ല കേട്ടോ. ആരും ഉറക്കത്തുനിന്ന് എണീറ്റ് പണിക്കിറങ്ങിയിട്ടില്ല ഒന്നും. എന്തായാലും ഒരു വണ്ടിയേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമ്മള് CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. അപ്പൊ പെട്രോള് 2 വട്ടം ആയിട്ടുണ്ട്.
CNG ഫുള്ളായിട്ടുണ്ട്. 795 രൂപ കേട്ടായത്, അല്ല 765 രൂപ. അപ്പോൾ 700 ക്യാഷ് കൊടുത്ത് ബാക്കി 65 ഇത് ഗൂഗിൾ പേയിലും ചെയ്ത്. അപ്പോൾ ഞാൻ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് എയർ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കാണ്. 37 പറഞ്ഞത്, ആള് 36 അടിക്കണത്. അത് കുഴപ്പമില്ല. ഞാൻ അവിടുന്ന് പാലച്ചോട് പോണ റോട്ടുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ, വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഒരു ദീപ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എറണാകുളം സൗത്തേക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ ബ്ലൂ ഡാട്ട് നമ്മളെ മൈക്ക് ഓർഡർ ചെയ്തിട്ട് സ്പീക്കർ തന്ന സ്ഥലമാണിത്. പറ്റിക്കപ്പെട്ട സ്ഥലം. ഇവരല്ല പറ്റിച്ചത്, കസ്റ്റമറെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ടവർ 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഒരു ഫ്ലാറ്റിൽ നിന്നായിരിക്കും പിക്കപ്പ്. അപ്പോൾ അതെ നേരെ നമ്മളെ സിവിൽ ലൈൻ റോഡ് ബാക്കിലാട്ടോ. അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പോകേണ്ടത്. നമ്മളെ പാലച്ചോട് നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് അത് നമ്മളെ DD എന്നായിരിക്കും. DD ഗോൾഡൻ ഗേറ്റ് എന്നാട്ടോ നമുക്ക് പിക്കപ്പ് ഉള്ള ദീപ. അപ്പോൾ അത് എറണാകുളം സൗത്തേക്കാൻ തോന്നുന്നുണ്ട്, കറക്റ്റ് കാണാൻ പറ്റില്ല. 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ സമയം ഒരു 11:45 ഞാൻ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊബറിൽ നിന്ന് ടോട്ടലി 8 ട്രിപ്പായിട്ട് എടുത്തത്. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് എന്താ വെച്ചാൽ നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പനമ്പള്ളിയിലായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ DD ഗോൾഡിൽ നിന്ന് പിക്ക് ചെയ്ത കസ്റ്റമർ നമ്മൾ എറണാകുളം ടൗൺ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഡ്രോപ്പ് ചെയ്ത്. അതിനുശേഷം നമുക്ക് 5 ട്രിപ്പാട്ടോ ടോട്ടൽ അടിച്ചത്. ഊബർ തന്നെയാണ് ഒക്കെ അടിച്ചത്. റാപ്പിഡോയിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കൊതുകുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ഇപ്പോൾ പനമ്പള്ളിയിലാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളെ ഫോട്ടോച്ചിയിലുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, ഊബർ ഓടുന്ന ആള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സ്ഥിരം ഓടുന്ന ട്രിപ്പാണ്, ബാങ്കിൻ്റെ ട്രിപ്പാണ്. അപ്പോൾ അത് ഇന്ന് ലീവാണ് ഓന്. അപ്പോൾ എന്നോട് ഓടുമെന്ന് ചോദിച്ചു, അത്യാവശ്യം പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, ഊബർ ഓടണ്ട. എന്നോട് അങ്ങനെ ഓടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ഓടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ സെൻട്രൽ സ്ക്വയറിൻ്റെ അവിടെ ഒരു യൂണിയൻ ബാങ്കോ അങ്ങനെ എന്തൊരു ബാങ്ക് പറഞ്ഞു, അവിടെ പോയിട്ട് ഓനെ വിളിക്കാൻ പറഞ്ഞു. അവിടെ നിന്നാണ് ട്രിപ്പ് പിക്കപ്പ് ഉള്ളത്. ഏകദേശം ഒരു 5 മണി 6 മണി വരെയൊക്കെ വരെ ട്രിപ്പ് ഉണ്ടാവും, വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ട്രിപ്പ് 0 ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പോണ ട്രിപ്പും കൂടി കണക്ക് കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇപ്പോൾ 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു 2.5-3 കിലോമീറ്റർ എന്തായാലും ആവും. ഇപ്പോൾ പള്ളിമുക്ക് സിഗ്നലിലാട്ടുള്ളത്. ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, എന്താ വെച്ചാൽ ഓടുന്ന പൈസ 2 ദിവസമൊക്കെ കഴിയും ചിലപ്പോൾ കിട്ടാൻ. ഇങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ ഇതാണ് പ്രശ്നം. കമ്പനി ആകുമ്പോൾ അവർക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് പൈസ കിട്ടുള്ളൂ. അപ്പം ഇന്ന് തന്നെ പൈസ കിട്ടൂല. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചെന്ന് നോക്കട്ടെ, നമ്മളാളെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ബാങ്കിലത്തെ ആൾക്കാരാണ്. സീറ്റിലാകെ മൂത്രമായിട്ടോ. ഇതിലാറെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. AC ആയതുകൊണ്ടേ പെട്ടെന്ന് ഉണങ്ങുള്ളൂ. പക്ഷെ ഇതിൽ ശരിക്കും ഇത് സോപ്പ് എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കണം, ഇതിൽ ചിലപ്പോൾ സ്മെല്ല് വരും. ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിക്കട്ടെ കേട്ടോ. കാരണം ഇത് മൂത്രമാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സ്മെല്ലുണ്ടാവും. എനിക്ക് സ്മെല്ല് കിട്ടണില്ല. അടുത്തൊരു ട്രിപ്പ് അടിക്കുകയും ചെയ്തേക്കണം, ഒരു റോഷന. അപ്പൊ ഇനി ചിലപ്പോ മുമ്പിലെങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ, മുമ്പിലിരിക്കുമ്പോ എന്തായാലും പറയണം ഇവിടെ എന്തോ വെള്ളം അയക്കണമെന്ന് പറയാം, മൂത്രം അയക്കണമെന്ന് പറയണ്ട. അപ്പൊ ചിലപ്പോ റൈഡ് തന്നെ ചിലപ്പോ ക്യാൻസൽ ചെയ്യും. അപ്പൊ എന്താന്നോ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് വേണം ജസ്റ്റ് ഒന്ന് തുടക്കാൻ. അപ്പൊ തന്നെ അത് ഉണങ്ങും. ഇപ്പൊ തന്നെ ഇനി കുറച്ചുള്ളൂ ഉണങ്ങാനുള്ളൂ, ബാക്കിയൊക്കെ ഉണങ്ങിക്കണം. നമ്മളെ മറ്റേ ബാങ്കിന്റെ ട്രിപ്പിന് ശേഷം ഞാനൊരു 2 ട്രിപ്പ് 3 ട്രിപ്പ് എന്തോ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടോ. ജസ്റ്റ് കാക്കനാട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നു. 26 കിലോമീറ്റർ എന്തോ ടോട്ടൽ ഓടിയിട്ടുള്ളൂ. എന്തായാലും പൈസ കിട്ടും, അപ്പം നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരത്തെ കഴിഞ്ഞപ്പോൾ എന്നോട് 5 മണിക്ക് കഴിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഊബർ ഓണാക്കി. ഒരു 2-3 ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കറുകപ്പള്ളിക്കായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഴയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നാട്ടിൽ പോയി കഴിഞ്ഞു, അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു 2 മണിക്കൂറോളം ഏകദേശം അവിടെ റൂമിൽ തന്നെ നിന്നു, ആളെ റൂമിൽ. അപ്പോൾ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഊബർ ഓണാക്കി. പിന്നെ ഒരു 3-4 ട്രിപ്പ് അടിച്ചു, ഒക്കെ 100 റുപ്യ 120 റുപ്യ. അതിൻ്റെ ഇടയ്ക്ക് ചേരാൻ നല്ലവർക്കൊന്നും അടിച്ചോ. ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 15 കിലോമീറ്റർ എത്ര ചെറിയ റേറ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തത് എനിക്ക് പിന്നെ കിട്ടിയത് മുഴുവൻ. എനിക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ട്രിപ്പാണ് ഇഷ്ടം. 110 ഒരു 150 റുപ്യ, അത് 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, ലാഭമാണ്. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്നും ഇങ്ങനെ നീങ്ങാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലൊരു ട്രിപ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, മൂത്രത്തിൻ്റെ സംഭവം. അത് നമ്മളെ കലൂരല്ല, നമ്മളെ ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ഇതുണ്ടല്ലോ, ടൗൺ ഹാള് മെട്രോ സ്റ്റേഷന്, അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്നാണ് പിക്ക് ചെയ്തത്. അപ്പോൾ അത് ഒരു അച്ഛനും മോനും ആയിരുന്നു. അപ്പോൾ അത് മോന് വയ്യ, ചെറിയൊരു എന്തോ ഒരു ഇതുണ്ടോന്നു. അപ്പോൾ അങ്ങനെ കളിയാക്കി പറയാനും പറ്റില്ല, കളിയാക്കലല്ല. പക്ഷേങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അച്ഛനേലും ഒന്ന് നേരത്തെ പറയണം. ഇതിപ്പോൾ എന്താന്നോ വല്ല ചിലവർ സീറ്റ് കവർ ഇടാതെ വണ്ടി ഓടിക്കണവരുണ്ടാവും. ഓലതൊക്കെ കോട്ടൺ ആയിരിക്കും സീറ്റിൻ്റെ കവറ്. അപ്പോൾ അതിലൊക്കെ ഈ മൂത്രമാണെന്നുണ്ടെങ്കിൽ, മൂത്രം തന്നെ ആയിരിക്കും, എനിക്ക് കണ്ടിട്ട് അതിന് തോന്നുന്നത് ചെറിയൊരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കോട്ടനൊക്കെ ആകുമ്പോൾ അതിൽ പിടിച്ച് നിൽക്കും, മണവും വരും. ഇതാകുമ്പോൾ നമ്മളത് ഈ റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് സീറ്റ് കവർ ഇട്ടുകൊണ്ട് AC-ൻ്റെ തണുപ്പുണ്ടായതുകൊണ്ടെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി. ഇപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സീറ്റിക്ക് നോക്കുമ്പോഴാണ് ഈ നനവ് കണ്ടത്. ഒരു ലോഡ് വെള്ളമാണല്ലോ. അപ്പോൾ ഞാൻ നേരെ അച്ഛനോട് ചോദിച്ച്, ഇതെന്താ സീറ്റിൽ വെള്ളം ഒഴിച്ച്. അപ്പോൾ അത് എൻ്റെ മോനാണെന്ന് പറഞ്ഞ് വേഗം ആൾ എസ്കേപ്പ് അടിക്കാൻ നോക്കുക, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ക്ലാസ് അതിൽ ചോദിച്ചത് എന്താ സീറ്റിൽ ഇങ്ങനെ വെള്ളം ചോദിച്ച്, പാൻറ്റ് വെള്ളം ആയതാണ് ചോദിച്ചത്.
വെള്ളം ആയതാണ് പറഞ്ഞാണ്ട് ആൾ വേഗം പോയി. സംഭവം മൂത്രം തന്നെ ആയിരിക്കും, അതൊക്കെ പറയാം നമ്മളിനി എന്തെങ്കിലും പറയുന്ന എഴുതിയിട്ടായിരിക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊരു കാറിൽ, കാരണം ആൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും കസ്റ്റമേഴ്സ് കയറാനുള്ളതാണ് ഈ വണ്ടിയിൽ. അപ്പോൾ ഇതൊന്നും ആൾ ചിന്തിച്ചിട്ടില്ല. ആൾ വേഗം അവിടുന്ന് പെട്ടിരുത്താണ്ട് വേഗം പോയി. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങുമ്പോഴാണ് അടുത്ത ട്രിപ്പ് അടിച്ചത്. അതൊരു റോഷിനി അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ അടുത്തൊരു കസ്റ്റമർ കിട്ടി നമുക്ക്. ആ കസ്റ്റമർക്ക് ഒരു ജിയോൻ്റെ സിം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറിയൊരു ട്രിപ്പായിരുന്നു. പിക്കപ്പ് 300 മീറ്ററും ഡ്രോപ്പ് 800 മീറ്ററും. അതിനത്ര ചെറിയ 100 സംതിങ് പൈസ ഉണ്ട്, 1 കിലോമീറ്ററും കൂടി ഇല്ല. അപ്പം എന്നോട് അതൊരു മൊബൈൽ കടയിൽ നിന്നാണ് ഇറങ്ങി വന്നത് ആള്. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ജിയോൻ്റെ സിമ്മാണ് എവിടെയെങ്കിലും കിട്ടുമോ ചോദിച്ച്. അല്ല ഇങ്ങനെ പറഞ്ഞു, ആ മൊബൈൽ ഷോപ്പുകാരന് തന്നെ വേറെ ബ്രാഞ്ചും പാടുണ്ട് പൊന്നൊരുന്നിയിൽ. അപ്പോൾ അവിടേക്ക് ഞാൻ ഇതാക്കട്ടെ, എനിക്ക് ജിയോൻ്റെ സിം എടുക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങോട്ട് ആഡ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഫ്ലാറ്റിക്ക് തന്നെ പോരെന്ന് പറഞ്ഞു, ആക്കി തരുമോ ചോദിച്ച്. ഒരു 5 മിനിറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സിം എടുക്കാൻ 5 മിനിറ്റ് ഒന്നും അല്ല, അതിലാറാവെന്ന് പറഞ്ഞു. നമ്മൾ മൊബൈൽ ഷോപ്പിൽ നിന്നാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ അത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യണ്ട, വേറെ വണ്ടി ബുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോയി. അപ്പോൾ ലൊക്കേഷൻ മാറ്റില്ല. അപ്പോൾ 2 കിലോമീറ്റർ എന്തോ ആയി. അപ്പോൾ റേറ്റ് കൂടില്ല. കാരണം നമുക്ക് 800 മീറ്റർ ആണെങ്കിലും 4 കിലോമീറ്റർ ആണെങ്കിലും ഒരേ റേറ്റാന്ന് തോന്നുന്നുണ്ട്. മിനിമം ചാർജാണ്. അപ്പോൾ കുറച്ച് ഓടനാണ് ലാഭം. പക്ഷേ അപ്പോൾ എനിക്ക് കിലോമീറ്റർ കൂടി. അപ്പോൾ ഞാൻ ആളോട് പിന്നെ കുറച്ചെൻ്റെ പറഞ്ഞ് നിങ്ങൾ സിം എടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം, അടുത്ത വരെ ചായക്കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ചായ അടിച്ചിരിക്കാറ്. എന്തായാലും ഒരു 10-15 മിനിറ്റ് ആവുമായിരിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് ഒരു ട്രിപ്പും പാടെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ സിമ്മില്ല, എയർടെലും കാര്യങ്ങളും ഉള്ളു. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോകുന്നു. അപ്പോൾ ഇവിടേക്ക് നോക്കിയപ്പോൾ 130 രൂപ. അപ്പോൾ ടോട്ടൽ 250 ആയി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ആയി, 250 രൂപയായി. ആകെ നേരത്തെ പോയത് 2.5 കിലോമീറ്ററും ഇപ്പം ഇങ്ങോട്ടുള്ളത് 2.5 കിലോമീറ്റർ, ഒരു 4-5 കിലോമീറ്ററിൻ്റെ അടുത്ത്. പക്ഷേ 250 ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാഭമായി. അപ്പോൾ ഇവിടെ എത്താൻ നേരത്ത്, ഫ്ലൈറ്റ് എത്താൻ നേരത്ത് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിർത്തിയിരിക്കണം. നമ്മളെ ലാസ്റ്റ് ട്രിപ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ഡെസ്റ്റിനേഷൻ ഇട്ട് പോവാണ് റൂമിലേക്ക്. അപ്പോൾ ഏതായാലും ഇവിടെ ചോട്ടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 10-15 മിനിറ്റ് ആവും. അപ്പോൾ എന്താ അറിയില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്താ അറിയില്ല. എന്നോട് പറഞ്ഞ് നിങ്ങളെ പേഴ്സണൽ നമ്പർ തന്നെ, ദൂരത്തേക്കൊക്കെ ഓട്ടം പോയിച്ചു. ഞാൻ പറഞ്ഞു ദൂരത്തേക്കൊക്കെ പോകുന്ന പറഞ്ഞു. അപ്പോൾ കുമിളിക്കൊക്കെ പോയിച്ചു. എല്ലായിടത്തേക്കും പോകുന്ന പറഞ്ഞു. ഈ വണ്ടി തന്നെയാണ് ചോദിച്ചു. ഈ വണ്ടി തന്നെയാണ് പറഞ്ഞു. എന്താണ് സംഭവം അറിയില്ല, വിളിക്കുമെന്ന് അറിയില്ല. ട്രിപ്പ് കഴിയുമ്പോൾ നിങ്ങളെ നമ്പറും തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പറും കൊടുക്കണം. അപ്പോൾ നിർത്തി കൊടുത്തോണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ലാഭം ഇപ്പം തന്നെ നമുക്ക് കിട്ടി. ചെറിയ ഒരു 4-5 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ 250 രൂപയായി. നമ്മളെ ലോങ് ട്രിപ്പ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലാഭമായി. അപ്പോൾ നോക്കിയത് നമ്മളാ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പാടെ കിട്ടണത്. അങ്ങനെ നമ്മളെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് ആൾ 300 ഇട്ടിട്ടുണ്ട്, വെയിറ്റ് ഒക്കെ ചെയ്താലല്ലേ. അപ്പോൾ അത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 300 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് ഊബർ ഓൺ ആക്കിയാണ്ട് ഇനി എന്തായാലും ഓടണില്ല. അപ്പോൾ ഊബർ ഓൺ ആക്കിയാണ്ട് ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് നേരെ റൂമിലേക്ക് പോട്ടെ. ഒരു ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അപ്പോൾ ബാവ അവറോറ നേവിഗേറ്റ്. അപ്പോൾ ഓക്കെ, ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഊബറും റാപ്പിഡോ യാത്ര 3 പാടെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഊബറിൽ മാത്രമേ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു 8 മണിയായി ഇപ്പോൾ ഇവിടെ കാക്കനാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാരഡൈസ് ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേറെ ട്രിപ്പുകളൊന്നും അടിച്ചില്ല കേട്ടോ. ആകെ ഒരൊറ്റ മാച്ച് ട്രിപ്പ് അടിച്ചിരുന്നു, ഒരു തൃപ്പൂണിത്തറക്ക്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ പാരഡൈസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ ഒരു ക്വാർട്ടർ അൽഫാമും വാങ്ങിയിട്ടേ നേരെ റൂമിലേക്ക് പോട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ടോട്ടൽ ഓടിയത് ഊബറിൽ 15 ട്രിപ്പായിട്ട് എടുത്തത്. ഒക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളായിരുന്നു, അതുകൊണ്ടാണ് 15 ട്രിപ്പൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാങ്കത്തെ ഒരു ഓട്ടോ ഓടി, അതിൻ്റെ പൈസ നാളെ കിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഓടി പേഴ്സണൽ ട്രിപ്പും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഏതായാലും നാളെ കാണാം.